ഹണ്ട് ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാവനയും ഷാജി കൈലാസും മറ്റൊരു സിനിമയിലൂടെ ഒന്നിക്കുന്നത്. അതാണ് ഹണ്ട്. തീർച്ചയായിട്ടും സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഷാജി കൈലാസ് തന്നെയാണ്. അതുപോലെ നിർമ്മിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണനാണ്. ഗൃഹലക്ഷ്മി ഫിലിംസിന്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജാക്സൺ ജോൺസൺ ആണ് DOP. അഖിൽ AR ആണ് സിനിമയുടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നിഖിൽ ആനന്ദ് ആണ് റൈറ്റർ. സിനിമ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. എനിക്ക് അത്രയ്ക്കങ്ങ് വർക്കായിട്ടില്ല സിനിമ. എന്നാൽ അതേ സമയം തന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം ഭാവനയുടെ ഒരു പെർഫോമൻസ് ആണ്. ഭാവന എന്ന് പറയുന്ന ഒരു നടിയുടെ തിരിച്ചുവരവായിട്ട്, മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവായിട്ട് നല്ല രീതിയിൽ കണക്കാക്കാൻ പറ്റിയൊരു സിനിമയാണ് ഹണ്ട് എന്ന് പറയുന്നത്. കാരണം ആ ഒരു സിനിമയ്ക്കകത്ത് അവരുടെ കഥാപാത്രം അത് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. ഇനി സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഭാവന ചെയ്യുന്ന കീർത്തി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമ അങ്ങനെ മുഴുനീളം സഞ്ചരിക്കുന്നത്. കീർത്തി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഒരു മെഡിക്കൽ ക്യാമ്പസിനകത്ത് ഉണ്ടാവുന്ന ചില ദുരൂഹമായിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ ചുരുളുകൾ അഴിക്കുക എന്നുള്ള സംഭവമാണ് കീർത്തിക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. കീർത്തിയൊക്കെ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കീർത്തിക്ക് അതിനുള്ളൊരു പിൻബലമായിട്ട് വരുന്നത് ചില അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങളാണ്. പാരസൈക്കോളജി എന്ന് പറയാം, അല്ലെങ്കിൽ പാരാനോർമൽ എന്ന് പറയാൻ പറ്റും, പ്രേതാനുഭവം എന്ന് പറയാൻ പറ്റും, മരണാനന്തര അനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റും. പല രീതിയിലുള്ള ആത്മാവോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ചില അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൊറർ ഫിലിമാണ്, ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്, അല്ലെങ്കിൽ ഒരു പാരാനോർമൽ ത്രില്ലർ മൂവി എന്നൊക്കെ പറയാൻ പറ്റും. സോ ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു. ഒരേ സമയം തന്നെ കേസ് അന്വേഷണം, അതേ സമയം തന്നെ അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ ബാലൻസ് ചെയ്ത് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഭയാനകത, ആ ഒരു അന്തരീക്ഷത്തിന് അതിന്റെ ഭയാനകത ഒക്കെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ ആയിരുന്നു. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൊറർ ഫിലിമിന് ആവശ്യമായിട്ടുള്ള കുറെ എലമെന്റ്സ്, സിനിമാറ്റിക് എലമെന്റ്സ് ഒക്കെ അല്ലേ, ആ എലമെന്റ്സ് ഒക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴേക്കും സിനിമ ആകെ കൈപ്പിടി വിട്ട അവസ്ഥയായി പോയി. കാരണം ഫസ്റ്റ് ഹാഫിൽ ബാലൻസ് ചെയ്ത് പോയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കുറേ നേരം പ്രേതങ്ങളുടെ അനുഭവമായിരുന്നു. പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. പിന്നീട് അങ്ങനെ സിനിമ പോകുന്ന ആ പ്രേതാനുഭവം എന്നൊക്കെ പറയുന്നത് വൻ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ബാലിഷ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കാരണം ലോജിക് എന്ന് പറയുന്ന സാധനം അതിനകത്ത് കാണാൻ പറ്റില്ല. കുറേ ഭയങ്കര തമാശയോട് കൂടി കാണാൻ പറ്റും. കുറെ പ്രേതമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്ന കുറെ രംഗങ്ങൾ, അത് വളരെ കൈവിട്ട രീതിയിലുള്ള കുറെ പ്രേതരംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ സിനിമ എനിക്ക് സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കൈവിട്ട പോലെയാണ് തോന്നിയത്. പിന്നെ രഞ്ജി പണിക്കർ ഈ സിനിമയ്ക്കകത്തൊരു കഥാപാത്രം ചെയ്തു. ഈ സിനിമയിലെ ഏറ്റവും മോശം പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് രഞ്ജി പണിക്കരുടെ ആ ക്യാരക്ടറാണ്. കാരണം ഒന്നാമത് അദ്ദേഹത്തെ കൊണ്ട് താങ്ങാൻ പറ്റിയൊരു കഥാപാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സാധാരണ വേഷത്തിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കാഷായ വസ്ത്രം ധരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ രുദ്രാക്ഷമാല ധരിക്കുന്നുണ്ട്, കുറച്ച് താടിയുണ്ട്. പക്ഷെ അഭിനയമെല്ലാം ഒരേ രീതിയിലാണ്. മുൻപ് കണ്ടും അടുത്ത അതേപോലുള്ള അഭിനയമാണ് രഞ്ജി പണിക്കർ കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് റൈറ്റർ ആയിട്ടുള്ള നിഖിൽ ആനന്ദ് ഡയലോഗ്സ് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഹീറോയിക് പരിവേഷം ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. അത് ഈ സിനിമയ്ക്കകത്ത് വളരെ അരോചകമായിട്ട് തോന്നി. അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് ചേരില്ല എന്നും മാത്രമല്ല അത്തരം ഡയലോഗ്സുകൾ കൂടി വന്നപ്പോൾ അത് വളരെ അഭംഗിയായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സാധാരണ എല്ലാ ത്രില്ലർ മൂവീസ് എടുക്കുന്ന ഡയറക്ടേഴ്സിനും പറ്റുന്ന ഒരു പ്രശ്നം ഈ സിനിമയ്ക്കകത്ത് പറ്റിയിട്ടുണ്ട്. പ്രതിനായകന്മാരായിട്ട് ആരെങ്കിലും കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ വില്ലന്മാരായിട്ട് ആരെങ്കിലും കൊണ്ടുവയ്ക്കും. സിനിമയുടെ തുടക്കത്തിൽ അത് ആരാന്ന് റിവീൽ ചെയ്യില്ല. അതങ്ങനെ സസ്പെൻസ് ആക്കി നിർത്തി അവസാനം സിനിമയുടെ അവസാനത്തിലായിരിക്കും ആ സസ്പെൻസ് അങ്ങ് പൊളിക്കുന്നത്. ഇയാളാണ് വില്ലൻ എന്ന് കാണിക്കുന്നത്. പക്ഷെ അത്തരം വില്ലന്മാരെ കാണിക്കാൻ വേണ്ടി ഒട്ടുമിക്ക ഡയറക്ടേഴ്സ് എന്തെന്നറിയോ, നമുക്കറിയുന്ന ഏതെങ്കിലും ഒരാൾ അവിടെ കൊണ്ടുവയ്ക്കും, തുടക്കത്തിൽ കൊണ്ടുവയ്ക്കും. അയാൾക്ക് കുറച്ച് ഡയലോഗ്സ് ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഷോട്ടുകൾ മാത്രമായിരിക്കും കൊടുക്കുക. അയാൾ അങ്ങനെ ഒതുക്കി നിർത്തും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാണുന്ന പ്രേക്ഷകർക്ക് അതങ്ങ് ഊഹിക്കാൻ പറ്റും ഇയാളാണ് വില്ലെന്ന്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് അധികം ഡയലോഗ്സ് പോലും ഇല്ലാതെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ ഒരു വില്ലൻ ഇയാളാണെന്ന് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവുന്നുണ്ട്. എല്ലാ ഡയറക്ടേഴ്സിനെ പോലെ ഈ ഒരു ഡയറക്ടർക്കും ഇതിനകത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം പ്രെഡിക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഒരു സിനിമയും അതുപോലെ തന്നെ ആ ഡയറക്ടറും പരാജയപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത്. പിന്നെ ഷാജി കൈലാസിന്റെ മറ്റു സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. കക്ഷി രാഷ്ട്രീയമാണെങ്കിലും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സാധാരണ ജനങ്ങളോട് ചെയ്യുന്ന അധാർമികതയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഇലക്ഷനോട് അടുക്കുന്ന സമയത്ത് നടക്കുന്ന ചില കള്ളക്കളികളാണെങ്കിലും ഒക്കെ അതൊക്കെ ഈ സിനിമയ്ക്കകത്തും കൊണ്ടുവച്ചിട്ടുണ്ട്. കാലഘട്ടം മാറിയതൊരു ഹൊറർ ഫിലിമാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇദ്ദേഹം ചെയ്യുന്ന വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഷാജി കൈലാസ് സിനിമകളിൽ ഇത്തരം എലമെന്റ്സ് ഈ സിനിമയ്ക്കകത്തും അതുപോലെ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലം തുളസിയാണ് ഇതിനകത്ത് രാഷ്ട്രീയക്കാരനായിട്ട് വരുന്ന ഒരു വ്യക്തി. എല്ലാ സിനിമകളിലും രാഷ്ട്രീയക്കാരനായിട്ട് വരുന്ന കൊല്ലം തുളസിയെ ഈ സിനിമയിൽ കാണുമ്പോഴും പ്രത്യേകിച്ച് പുതുമയൊന്നും നമുക്ക് തോന്നുന്നില്ല.
സോ സെക്കൻഡ് ഹാഫിൽ ഫോക്കസ് ഔട്ടായി പോകുന്ന കുറേ കാര്യങ്ങൾ, കണ്ടുമടുത്ത കുറേ ക്ലീഷേ പരിപാടികൾ, പിന്നെ ഹൊറർ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ച് ചിരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ വളരെ അരോചകമായിട്ട് മാറിയിട്ടുള്ളത്. എന്നാൽ അതേ സമയം തന്നെ ഹൗസ് ബോട്ട് ടൂറിസം, അതിന് പുറകിൽ നടക്കുന്ന സെക്സ് റാക്കറ്റ്സ് തുടങ്ങിയ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സിനിമ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ മൈക്കൽ ജാക്സന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഹൗസ് ബോട്ട് ടൂറിസം എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. പിന്നെ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് വരുവാണെങ്കിൽ അജ്മൽ അമീർ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യാതൊരു വികാരമാറ്റങ്ങളും ഇല്ലാത്തൊരു കഥാപാത്രം. സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ എക്സ്പ്രഷൻ വെച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ ചന്തുനാഥ് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. കാമുക കഥാപാത്രമാണ്. പതിവ് സിനിമകളിലെ പോലെ തന്നെ കാമുകനായി അഭിനയിച്ചു പോയിട്ടുണ്ട്. നന്ദു നല്ലൊരു കഥാപാത്രത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്കൊരു കഥാപാത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജി സുരേഷ് കുമാർ, വിജയ് കുമാർ, ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഇനി ടെക്നിക്കലി ജാക്സൺ ജോൺസന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. ഒരു ഹൊറർ ഫിലിമിന് ആവശ്യമായ ഹൊറർ മൂഡൊക്കെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിൽ ARന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ത്രില്ലർ മൂവിക്ക് ആവശ്യമായ, അതേസമയം ഒരു ഹൊറർ ഫിലിമിന് ആവശ്യമായ രീതിയിലുള്ള കട്ട്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് വൃത്തിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നിഖിൽ ആനന്ദിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അതായത് കേസന്വേഷണവും അതേസമയം തന്നെ അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാണ്ട് സെക്കൻഡ് ഹാഫോട് കൂടി തട്ടിക്കൂട്ടിയ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് നല്ലതും സെക്കൻഡ് ഹാഫ് തട്ടിക്കൂട്ടിയതുമായ ഒരു സിനിമയാണ് ഹണ്ട് എന്ന് പറയുന്നത്. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്.